ഹായ് ഫ്രണ്ട്സ്, PSC നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് LP-UP ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുവെന്ന് കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുതിരശക്തി എത്ര വോൾട്ടാണ്? ഒരു കുതിരശക്തി എത്ര വോൾട്ടാണ്? 746 വോൾട്ട്. 746 വോൾട്ട്. സൂപ്പർ സോണിക് എന്ന പദം സൂചിപ്പിക്കുന്നത് ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നു. സൂപ്പർ സോണിക് എന്ന പദം സൂചിപ്പിക്കുന്നത് ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. ആൻസർ E.C.G. സുദർശൻ. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ രൂപപ്പെടുത്തുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ രൂപപ്പെടുത്തുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം വൈദ്യുത പ്രവാഹ തീവ്രത. ആൻസർ വൈദ്യുത പ്രവാഹ തീവ്രത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമേത്? നാരങ്ങാഞ്ഞെക്കി. ആൻസർ നാരങ്ങാഞ്ഞെക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോപ്പ് ലായനി ഉപയോഗിച്ചാൽ തുണികളിലെ അഴുക്ക് എളുപ്പം നീങ്ങുന്നു. കാരണം. സോപ്പ് ലായനി ഉപയോഗിച്ചാൽ തുണികളിലെ അഴുക്ക് എളുപ്പം നീങ്ങുന്നു. കാരണം സോപ്പ് ലായനിക്ക് പ്രതലബലം കുറവാണ്. നെക്സ്റ്റ്, വൈദ്യുത പ്രവാഹം എന്നത് ആൻസർ ഇലക്ട്രോണുകളുടെ ഒഴുക്കാണ്. പോസിറ്റീവ് ചാർജുള്ള അയോണുകളുടെ ഒഴുക്കാണ്. നെഗറ്റീവ് ചാർജുള്ള അയോണുകളുടെ ഒഴുക്കാണ്. ഇവയെല്ലാമാണ്. ഈ എല്ലാം ചേരുന്നതാണ് വൈദ്യുത പ്രവാഹം എന്നത്. നെക്സ്റ്റ്, നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ കൂടുതൽ ഉയരുന്നു. നെക്സ്റ്റ്, വൈദ്യുതി കടത്തിവിടുന്ന കാർബൺ രൂപാന്തരമേത്? ഗ്രാഫൈറ്റ്. ആൻസർ ഗ്രാഫൈറ്റ്. നിറ്റിനോൾ എന്ന ലോഹസങ്കരത്തിന്റെ ഘടകങ്ങൾ എന്തെല്ലാം? ആൻസർ നിക്കൽ ടിൻ. നെക്സ്റ്റ്, ബോഷ് പ്രക്രിയ വഴി വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമേത്? ആൻസർ ഹൈഡ്രജൻ. അടുത്തത്, പതിമുഖം വെള്ളത്തിൽ ആസിഡ് ചേർന്നാൽ നിറം മഞ്ഞ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? P ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോഡുകളുണ്ട്. എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. 2ാം ഗ്രൂപ്പ് മൂലകങ്ങൾ റെയർ എർത്തുകൾ എന്നറിയപ്പെടുന്നു. ആൻസർ എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. അടുത്തത്, കാരം ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി എന്ത്? ആൻസർ ബോറിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരി? ആന്ത്രസൈറ്റ്. ആൻസർ ആന്ത്രസൈറ്റ്. അനലൈൻ ക്ലോറൈഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്
തേനിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ. ആൻസർ തേനിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ. അടുത്തത് അക്വാ റീജിയൽ നൈട്രിക് ആസിഡിനൊപ്പം ചേർക്കുന്ന ആസിഡ് ഏത്? അക്വാ റീജിയൽ നൈട്രിക് ആസിഡിനൊപ്പം ചേർക്കുന്ന ആസിഡ് ഏത്? ആൻസർ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെക്സ്റ്റ്, നാസിക ബട്രാക്കസ് സഖ്യാദ്രിസ് ഏതിനം ജീവിയാണ്? ആൻസർ തവള. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈച്ചെടികൾ ഉണ്ടാകാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈച്ചെടികൾ ഉണ്ടാകാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം പതിവയ്ക്കൽ. ആൻസർ പതിവയ്ക്കൽ. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? ആൻസർ ഡെങ്കി വൈറസ്. ഡെങ്കി വൈറസ്. 2024 ലോക പരിസ്ഥിതി ദിന പരിപാടികളുടെ ആതിഥേയ രാജ്യം? ആൻസർ ഈസ് സൗദി അറേബ്യ. സൗദി അറേബ്യ. എൻ്റെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.